നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. അശ്വതി മുതൽ മകം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറയാം. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് പൂരം നക്ഷത്രക്കാരെ കുറിച്ച് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവ സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം. പ്രിയ വാഗ്ദാത നിപുണോ ബഹു വ്യയാർത്ഥോ വിധേയ ഭൃത്യശ്ച തേജസ്വി നൃപതിഹിതോ രണഭീരുർ ജായതേ ജബ് ഹാൽഗുന്യ എന്നാണ്. അതായത് പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഇഷ്ടമായിട്ടുള്ള വാക്കിനെ പറയുന്നവരാണ്. കൂടാതെ ഔദാര്യവും സാമർഥ്യവും ഒക്കെ ഉള്ളവരാണ്. വ്യയാധിക്യത്താൽ പീഡിതരാകുന്നവരാണ്. കൂടാതെ ഭൃത്യ സ്വാധീനമുള്ളതായും ഭവിക്കും. തേജസ്വിയായിട്ടും രാജാവിന് ഇഷ്ടമുള്ളവരായിട്ടും യുദ്ധത്തിൽ ഭയമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ കൂടുതൽ ഭാഗവും വ്യാഴം 11ാം ഭാവത്തിലാണ്. എന്നാൽ 12ലേക്കും എത്തുന്നുണ്ട്. എന്നിരുന്നാലും ഫലത്തിൽ 11ലെ വ്യാഴത്തിന്റെ ഫലമാണ് അനുഭവത്തിൽ വരിക. കൂടാതെ ശനി 8ലാണ്, രാഹു 7ലും, കേതു ജന്മരാശിയിലുമായിട്ടാണ്. രാഹുകേതുക്കൾക്കും ശനിക്കും ഒന്നും രാശിമാറ്റമില്ല. ഭൗതിക സാഹചര്യങ്ങൾ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മെച്ചമാകുന്ന ഒരു വർഷമാണ്. കൂടാതെ തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഒട്ടൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സൽപ്രവർത്തികളിലൂടെ സമൂഹ മധ്യത്തിൽ നല്ല അംഗീകാരങ്ങൾ നേടുന്നതിനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. നവസംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നതാണ്. രാഹു 7ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രേമം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അല്പം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിലും അലോസരങ്ങൾ തലപൊക്കാനുള്ള സാഹചര്യങ്ങളോ അകന്നു കഴിയാനുള്ള സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. വീട് വെക്കാനോ വാങ്ങാനോ ഒക്കെ അല്പം പ്രയാസപ്പെടേണ്ട അവസരങ്ങൾ വന്നേക്കാം. എന്നാൽ പ്രയത്നിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആരോഗ്യപരമായി അല്പം മോശമാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അഷ്ടമശനിയാണ്. ഉറ്റവരുടെ വിയോഗം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതൊക്കെ മനസ്സിനെ അല്പം ഒന്ന് ആശങ്കപ്പെടുത്തിയേക്കാം. എന്നിരുന്നാലും ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. വ്യാഴത്തിന്റെ ആനുകൂല്യമുണ്ട് എന്ന് തന്നെ പറയണം. പൂർണ്ണമായിട്ടും ദൈവാധീനവും ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾ മൂലം നല്ല സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സഹായികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരിൽ നിന്നും പൂർണ്ണ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വിശദമായിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത് നിങ്ങൾക്ക് വളരെ നല്ല അറിവ് നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.